കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ത്രിപുരയിലെ ബി.ജെ.പി. സഖ്യകക്ഷിയായ തിപ്രാമോത്ത. മന്ത്രിസഭയിൽ തങ്ങളുടെ മന്ത്രിമാർക്ക് മതിയായ പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉണ്ടാക്കിയ ത്രികക്ഷി കരാർ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ലെന്നുമാണ് തിപ്രാമോത്തയുടെ ആരോപണം. വിഷയം ചൂണ്ടിക്കാട്ടി തിപ്രാമോത്ത പ്രസിഡന്റ് ബിജോയ് കുമാർ ഹാങ്ക്ഡാൽ പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും സർക്കാരുകളിൽ ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്. ഈ സർക്കാർ ഭരണഘടനയെയും കോടതി ഉത്തരവുകളെയും ബഹുമാനിക്കുന്നില്ല. സ്വയംഭരണ ജില്ലാ കൗൺസിലിലേക്കുള്ള വില്ലേജ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കഴിഞ്ഞ വർഷമാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത്. എന്നാൽ ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 3 മാസം മുൻപാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിപ്രാമോത്ത ബി.ജെ.പിയുമായി കൈകോർത്തത്. ത്രിപുരയിലെ 2 സീറ്റിലും ബി.ജെ.പി. തിപ്രാമോത്ത സഖ്യമാണ് മത്സരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചിട്ടും തങ്ങളുമായി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കാനായി ബി.ജെ.പി. ഒന്നും ചെയ്തില്ലെന്നും ബിജോയ് കുമാർ പറയുന്നുണ്ട്. ത്രിപുരയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ത്രികക്ഷി കരാറാണ് മാർച്ചിൽ തിപ്രാമോത്ത ഒപ്പുവെച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന സർക്കാർ എന്നിവരാണ് തിപ്രാമോത്തയുമായി കരാറുണ്ടാക്കിയത്. അവകാശങ്ങൾക്കായി ത്രിപുരയിലെ ജനങ്ങൾക്ക് ഇനി പോരാടേണ്ടി വരില്ലെന്നാണ് കരാറിൽ ഒപ്പുവെച്ച ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് പറഞ്ഞ വാക്കിന് ഒരു വിലയും കൊടുക്കാതെയാണ് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ. ഇതിനെതിരെ ഏതറ്റം വരെ പോകാനും ഇന്നിവർ തയ്യാറാണ്. അതേസമയം ത്രിപുരയിൽ ഇക്കുറിയും 2019 ആവർത്തനം മാത്രമാണ് നടന്നത്. മണ്ഡലത്തിലെ 2 ലോക്സഭാ സീറ്റുകളിലും ബി.ജെ.പി. വിജയിച്ചു കയറി, അതും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ. ഒരിക്കൽ കൂടി ബി.ജെ.പി. വിജയം ആവർത്തിച്ചതോടെ സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണിയും ദയനീയമായി പരാജയപ്പെട്ടു. സി.പി.എമ്മിന്റെ സംസ്ഥാനത്തെ നിലനിൽപ്പു തന്നെ ഭീഷണിയിലാണ്. ഒരു തിരിച്ചുവരവ് അടുത്തിടെയൊന്നും സാധ്യമല്ലെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ത്രിപുരയിൽ 2.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സി.പി.എം. ഭരണത്തിന് 2018 അവസാനമാകുന്നത്. 2018 ബിപ്ലബ് കുമാർ ദേബിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. അധികാരം പിടിച്ചെടുത്തിരുന്നു. 2013 ഒറ്റ സീറ്റ് പോലും നേടാത്ത ബി.ജെ.പി. 5 വർഷങ്ങൾക്കിപ്പുറം അത്ഭുത ജയം നേടിയപ്പോൾ രാഷ്ട്രീയമായി സി.പി.എമ്മിന് കനത്ത തിരിച്ചടിയുമേറ്റു. അതിന്റെ പ്രതിഫലനം പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കണ്ടു. സംസ്ഥാനത്തെ 2 ലോക്സഭാ മണ്ഡലമായ ത്രിപുര ഈസ്റ്റിലും ത്രിപുര വെസ്റ്റിലും സി.പി.എമ്മിനെ പരാജയപ്പെടുത്തി ബി.ജെ.പി. മുന്നേറി. ഇവിടെ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പ്രധാനമായും ബി.ജെ.പി. ഉയർത്തിക്കാട്ടിയത്. ജനങ്ങളുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും തൊഴിലില്ലായ്മയും പ്രചരണ വിഷയങ്ങളാക്കി. ഓരോ പൊതുയോഗങ്ങളിലും ചലോ പാൾട്ടായ് എന്ന മുദ്രാവാക്യം ബി.ജെ.പി. നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞു. അതായത് മാറി തുടങ്ങാം എന്ന്. ആ മാറ്റത്തിന്റെ സ്വരം ജനങ്ങൾ കേട്ടു. അതോടെ 98 മുതൽ ഭരണത്തിലിരുന്ന മണിക് സർക്കാരിനും പാർട്ടിക്കും അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്നും ബി.ജെ.പിക്ക് അധികാരം കിട്ടിയപ്പോൾ ജനം പ്രതീക്ഷിച്ചത് ഈ പ്രചരണ മുദ്രാവാക്യം സത്യമാകുമെന്നാണ്. അവർ അത് വിശ്വസിച്ച് വോട്ട് ചെയ്ത് ബി.ജെ.പിയെ വിജയിപ്പിച്ചു. പക്ഷേ ഇന്നവർ ബി.ജെ.പി. ഭരണത്തെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു.